സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനിപ്പിക്കുന്നില്ല. റമളാൻ ഒരു മാസം നോമ്പ് നോറ്റു, ഒരൊറ്റ തറാവീഹും മുടക്കിയിട്ടില്ല. അതേ വന്ന മുത്തല്ലിമീൻകൊക്കെ സ്വതക്ക കൊടുത്തു, പാവങ്ങൾക്ക് സ്വതക്ക കൊടുത്തു, റമളാൻ കിറ്റ് വിതരണം ചെയ്തു, എല്ലാം ചെയ്തു. നോമ്പോ വിപുലമായി നോമ്പും തുറപ്പിച്ചു, പള്ളിക്കും സ്വതക്ക കൊടുത്തു, സക്കാത്ത് കൊടുക്കേണ്ടത് കണക്ക് വെച്ചിട്ട് സക്കാത്തും കൊടുത്തു, എല്ലാം ചെയ്തു. പക്ഷേ ബാപ്പാനോട് മിണ്ടുന്നില്ല, ഉമ്മാനോട് മിണ്ടുന്നില്ല, ബാപ്പ മോനോട് അങ്ങോട്ട് മിണ്ടുന്നില്ല, ഉമ്മ മക്കളോട് അങ്ങോട്ട് മിണ്ടുന്നില്ല. എടാ, നിന്റെ നോമ്പ് ആർക്കാണ് ആവശ്യം? നിന്റെ തറാവീഹ് നിസ്കാരം ആർക്കാണ് ആവശ്യം? നിന്റെ പള്ളിയിലേക്ക് നീ കൊടുത്ത സംഭാവന ആർക്കാണ് ആവശ്യം? പാവങ്ങൾക്ക് നീ കൊടുത്ത സ്വതക്ക ആർക്കാണ് വേണ്ടത്? നിന്റെ ദാഹം ആർക്കാണ് ആവശ്യം? നിന്റെ വിശപ്പാർക്കാണ് ആവശ്യം? നമ്മൾ ഉണരണം, നമ്മൾ ഉത്ബുദ്ധരാകണം. എത്ര വലിയ ബുദ്ധിയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. പക്ഷെ പിണക്കം വരുമ്പോ ഞങ്ങളെ ബുദ്ധി കൊണ്ടുപോയിട്ട് അടുപ്പത്തേക്ക് ഇടണം. എന്ത് ബുദ്ധി, എന്ത് ഓർമ്മശക്തി ഇല്ലേ? പക്ഷേ പിണക്കം മാറ്റണില്ല. മനുഷ്യ ചിന്തിക്കണ്ടേ? മനുഷ്യ ആർക്ക് വേണ്ടിയാണ് ഈ പിണങ്ങിയത്? ആരോടാണ് ഈ പിണക്കം? സുബ്ഹാനല്ലാഹ്, എന്തൊരു കാലം! ഞാൻ വളരെ സങ്കടത്തോടെ പറയാണ്, സ്വന്തം മക്കള് ബാപ്പാനോട് മിണ്ടാത്ത കാലം, സ്വന്തം മക്കൾ ഉമ്മാനോട് മിണ്ടാത്ത കാലം. അതിന് മക്കൾക്ക് ന്യായം പറയാനുണ്ടാവും. ഉസ്താദേ, എന്റെ ബാപ്പനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ പറയും ബാപ്പനോട് മിണ്ടണ്ടാന്ന്. സുബ്ഹാനല്ലാഹ്, പറയണില്ല, ഒരിക്കലും പറയില്ല. കള്ളുകുടിയനായ ബാപ്പയാണെങ്കിൽ പോലും ആ ബാപ്പക്ക് ബാപ്പാന്റേതായ മര്യാദ നൽകണമെന്നല്ലേ ഇസ്ലാം പറയുന്നത്? അങ്ങനല്ലേ? ബഹുദൈവ ആരാധനയുള്ള ബാപ്പയാണ്. ബാപ്പ മുസ്ലിമല്ല, ഉമ്മ മുസ്ലിമല്ല, മോൻ മുസ്ലിമാണ്. എന്നാൽ ആ ബാപ്പ നല്ലത് പറയുമ്പോ കേൾക്കണം. ബാപ്പ ദീന് വിട്ടുവാന്ന് പറഞ്ഞാൽ കേൾക്കണ്ട. ബാപ്പ നല്ലത് പറയുമ്പോ കേൾക്കണം. ആ ബാപ്പാക്ക് ബാപ്പ എന്ന പരിഗണന നൽകണം. നീ മുസ്ലിമായി നിന്നുകൊണ്ട് തന്നെ മുസ്ലിമല്ലാത്ത നിന്റെ ബാപ്പക്കും നിന്റെ ഉമ്മക്കും ബാപ്പയുടെയും ഉമ്മയുടെയും പരിഗണന നൽകണം എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഇപ്പൊ നോക്കുമ്പോ ഇവിടങ്ങൾ ഈ നാട്ടിലൊന്നും ഉണ്ടാവൂല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ചില സ്ഥലത്ത് ഇപ്പോഴും സുബ്ഹാനല്ലാഹ് മക്കള് ബാപ്പാനോട് മിണ്ടുന്നില്ല, മക്കൾ ഉമ്മാനോട് മിണ്ടുന്നില്ല. അങ്ങനത്തെ ഒരു കാലാണ്. മക്കള് ബാപ്പാനോടും ഉമ്മാനോടും മിണ്ടണില്ല. നിങ്ങ തമ്മിൽ മിണ്ടണമെന്നല്ല ഞാൻ പറഞ്ഞു, ബാപ്പാനോടും ഉമ്മാനോടും മിണ്ടണമെന്ന് പറഞ്ഞു. ഇപ്പൊ മിണ്ടണ്ട, പിന്നെ പോയിട്ട് മിണ്ടിയാ മതി. നമ്മള് നല്ല പ്രവർത്തകനാണ് നമ്മളെ ബാല്യക്കാർ. അള്ളാഹു ഇനി അവർക്ക് ബർക്കത്ത് ചെയ്യണേ. അള്ളാഹ് നിങ്ങ സംസാരിക്കേ. അധ്യക്ഷരെ, പ്രസിഡന്റ്, നമ്മൾ എന്താ പേര് മൂപ്പരെ? അല്ല, നിങ്ങൾ മുഹമ്മദ് അലിക്ക് എന്താ പറഞ്ഞു? മുഹമ്മദ് അലിയാക്ക് അള്ളാഹു ബർക്കത്തേട്ടെ. നിങ്ങൾ സംസാരിക്കേ. നിങ്ങൾ സംസാരിച്ചെങ്കിലേ നടക്കേണ്ട കാര്യം നടക്കുള്ളൂ. ഇവിടെ ഞാൻ നോക്കിക്കോളാം. അള്ളാഹു ബർക്കത്തേട്ടെ. അങ്ങനെയാണ്. എല്ലാരും ബാലിന്റെ സദസ്സിൽ ഇരുന്നാൽ ഇവിടെ ചീർണിയില്ലെന്ന് ബേ ചീർണിയല്ല, ബേ പാക്കാക്കി. ഞാനിപ്പോ നിർത്താറായി. ഒരു കാമണിക്കൂർ 10:30 ഞാൻ എന്റെ വാല് നിർത്തും. ഷർബത്ത് കൊടുക്കുന്നുണ്ട്. ബേ ഷർബത്ത് കൊടുക്കും. കുറെ ആളില്ലേ, ഇവർക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ ഷർബത്ത്. എല്ലാവർക്കും കൊടുത്തെങ്കിൽ അസലാമല്ലേ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്തേട്ടെ. ഈ പെണ്ണുങ്ങന്മാർക്ക് കൊടുത്തോളി, പാവം. ഒരു ബുർക്കെല്ലാം ഇട്ടിട്ട് കുറെ സെക്കല്ലേ, ഇപ്പൊ ചൂടെടുക്കുന്നില്ലേ. അല്ലാഹു ബർക്കത്തേട്ടെ, സന്തോഷം നൽകട്ടെ. അപ്പോ ഇൻഷാ അല്ലാഹ് ഷീറിനെ എല്ലാം വാങ്ങിയിട്ട് തന്നെ പോകാവൂ. ഞാൻ ചുരുക്കുകയാണ്. 10:30 മണിക്ക് ഞാൻ എന്റെ വാൽ നിർത്തും. അല്ലാഹു ഞങ്ങളെ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഞാൻ ഇപ്പൊ അങ്ങനെ ബേൻ തുടങ്ങിയിട്ട് ബേൻ നിർത്തണം എല്ലാ പരിപാടിയും. ബാല് കേൾക്കാൻ വന്നവനും ബേം പോയിട്ട് കിടന്നുറങ്ങണം, ബാല് പറയാൻ വന്ന ആളും ബേം പോയിട്ട് ഉറങ്ങണം. അങ്ങനെയാണ്. കുറെ കാലം ബാല് പറയണം, കുറെ കാലം ബാല് കേൾക്കണം, ബാല് കുറെ കാലം സംഘടിപ്പിക്കണം. അതുകൊണ്ട് എല്ലാരും ബേം പോയിട്ട് കിടക്കണം, ബേം തുടങ്ങണം, ബേം നിർത്തണം. അതുകൊണ്ട് ഞാൻ 10:30 മണിക്ക് ഞാൻ ഇന്നത്തെ ബാല് നിർത്തും. ഇൻഷാ അല്ലാഹ് 11 മണിയാകുമ്പോഴേക്ക് നമുക്ക് ദ്വാരന്നിട്ട് ചീറിനി കെട്ടെടുത്തിട്ട് പോകും വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ബാപ്പാനോട് മിണ്ടാത്ത മക്കള്, ഉമ്മാനോട് മിണ്ടാത്ത മക്കള്. അതിന് ന്യായം പറയൂ. ഉസ്താദേ, എന്റെ ബാപ്പനെ കുറിച്ച് നിങ്ങളോട് ചൊല്ലി എങ്ങുണ്ടല്ലേ, നിങ്ങൾ പറയൂ മിണ്ടണ്ട, നീ മരിക്കണവരെ മിണ്ടണ്ട, അങ്ങനത്തെ ലായിലോട്ട് ബാപ്പാനോട് പറയും. ഇല്ല, പറയൂല. ഒരിക്കലും ബാപ്പാനോട് മിണ്ടാതിരിക്കുന്നതിന് ന്യായമില്ല.
ബാപ്പയെ ബാപ്പയായി തന്നെ കാണണം, ബാപ്പാക്ക് ഹക്ക് കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, ഇവൻ എല്ലാറ്റിനും സഹായിക്കുന്നു. സുബഹി ജമാഅത്തിന് പള്ളിയിൽ വരുന്നു, സങ്കടം പറയട്ടെ, ബാപ്പാനോട് മിണ്ടുന്നില്ല, ഉമ്മാനോട് മിണ്ടുന്നില്ല. ഇനി ഞാൻ ബാപ്പാനോട് പറയട്ടെ, ഉമ്മാനോട് പറയട്ടെ, ചില ഉമ്മയും ബാപ്പയും മക്കളോട് മിണ്ടുന്നില്ല. ഓ ബാപ്പാ, മക്കള് പിണങ്ങിയാലും അവര് ബുദ്ധി കുറഞ്ഞവരല്ലേ ഉമ്മ, നിങ്ങളത്ര പ്രായം മക്കൾക്കില്ലല്ലോ, ആ മക്കളെക്കാൾ പ്രായം കൂടിയവരല്ലേ നിങ്ങൾ. എന്നാൽ നിങ്ങൾക്കൊന്ന് അങ്ങോട്ട് പോയി, മോന് മിണ്ടുന്നില്ലെങ്കിലും മോള് മിണ്ടുന്നില്ലെങ്കിലും നിങ്ങൾക്കൊന്ന് അങ്ങോട്ട് പോയി, മോനെ എനിക്ക് നീയല്ലടാ ഉള്ളത്, നീ എന്നോട് മിണ്ടാതിരുന്നാൽ എനിക്ക് സഹിക്കുന്നില്ല. ആര് എന്നോട് മിണ്ടാതിരുന്നാലും ഞാനതൊരു പ്രശ്നമാക്കുന്നില്ല. അതേ സമയത്ത് നീയോ, നീ ഞാൻ നൊന്ത് പ്രസവിച്ച മോനല്ലേ, ഓ മോനെ നിന്റെ ബാപ്പയല്ലേ ഞാനെന്ന് ബാപ്പ പറയുമ്പോ, ഓ മോനെ നിന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മയല്ലേ ഞാൻ എന്ന് ഉമ്മയൊന്നങ്ങോട്ട് പോയി മോനോട് പറഞ്ഞിട്ട് മിണ്ടണ്ടേ. ഇതങ്ങനെയല്ല, മകൻ മിണ്ടാൻ വരുമ്പോ ബാപ്പ പറയാണ് മരിച്ചാലും ഞാൻ മിണ്ടൂല, ഉമ്മ പറയാണ് മരിച്ചാലും ഞാൻ മിണ്ടൂല. ഇത് ഏത് ബാപ്പയാണ്, ഇത് ഏത് ഉമ്മയാണ്, ഇത് ഏത് സമാനിലുള്ള ബാപ്പയാണ്, ഇത് ഏത് സമാനിലുള്ള ഉമ്മയാണ്? ഓ ഉമ്മമാരെ, നിങ്ങൾ മക്കളായി അതപ്പതിച്ചു പോകരുത്, മക്കള് രക്ഷിതാക്കളായും നിങ്ങൾ മക്കളായി അതപ്പതിച്ചു പോകരുത്. അതുകൊണ്ട് ബാപ്പാനോടും ഉമ്മാനോടും മിണ്ടാത്തവരുണ്ടോ, മക്കളോട് മിണ്ടാത്തവരുണ്ടോ, ചേട്ടാനുജന്മാരോട് മിണ്ടാത്തവരുണ്ടോ, കുടുംബക്കാരോട് മിണ്ടാത്തവരുണ്ടോ, നാട്ടാരോട് മിണ്ടാത്തവരുണ്ടോ, അയൽവാസികളോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടോ? ഇനി മൂക്കിൽ പരുത്തി വെക്കുന്നത് വരെ കാത്തിരിക്കണ്ട, ഇപ്പൊ തന്നെ ഒരുങ്ങിക്കോ. ഇക്കണ്ട കാലം വരെ നിങ്ങൾ ചെയ്ത അമലുകളെല്ലാം ഇവിടെ തന്നെ നിന്നുപോയില്ലേ? പടച്ച റബ്ബ് വേണ്ടാന്ന് വെച്ചത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടോ? പല അറിവുകളും അറിയുന്ന കാലമല്ലേ ഇന്ന്? ചോദിക്കട്ടെ മോമിനീങ്ങളോട്, നിങ്ങൾ ഇക്കണ്ട കാലം വരെ ചെയ്ത സൽക്കർമ്മങ്ങൾ അള്ള വേണ്ടാന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടോ? ആഴ്ചയിൽ ഒരു 2 ദിവസമുണ്ട്, ആഴ്ചയിൽ ഒരു 2 ദിവസം, ഒന്ന് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മനുഷ്യന്റെ അമലുകൾ മലക്കുകൾ അല്ലാഹുവിന്റെ മുന്നിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്ന ദിവസമാണ്. ആ ദിവസം എല്ലാവരുടെ അമലുകളും അല്ലാഹു സ്വീകരിക്കുകയാണ്. അതാ 2 ആളെ അമല് അല്ല പറയാണ്, ഇപ്പ അവിടെ തന്നെ വെച്ചോളൂ, ഇപ്പൊ തൽക്കാലം ഞാനത് സ്വീകരിക്കൂല. ആരാണ് ആ 2 പേര്? പരസ്പരം മിണ്ടാത്ത 2 ആളാണ്. അതേ ബാപ്പയും മോനാണ്, ചേട്ടനും അനുജനുമാണ്, ഭർത്താവിന്റെ വീട്ടുകാരും ഭാര്യ വീട്ടുകാരനുമാണ്, അളിയനും അളിയാക്കയുമാണ്, അയൽ വീട്ടുകാരാണ്, നാട്ടുകാരാണ്. പരസ്പരം മിണ്ടാത്തവനാണോ? അവരെ അമല് മലക്കുകൾ അള്ളാന്റെ മുന്നിൽ പോയി സമർപ്പിക്കുമ്പോ അള്ള പറയാണ്, ഇപ്പൊ സ്വീകരിക്കാനായിട്ടില്ല, അവിടെ വെച്ചോളൂ. അവർ നന്നാകുമോ എന്ന് നോക്കട്ടെ, അവർ പരസ്പരം മിണ്ടാൻ തുടങ്ങുമോ എന്ന് നോക്കട്ടെ, പിന്നെ മതി അവരുടെ അമല്, അല്ലാതെ അവരെ അമൽ ആവശ്യമില്ലെന്ന് അള്ള പറയാണ്. ഭോജനങ്ങളെ എപ്പോഴാണ് മരിക്കാന്ന് പറയാൻ പറ്റൂല. ഈ നിമിഷം മരിച്ചുപോയാൽ പിണങ്ങിയിട്ടാണ് മരിച്ചത്, പിന്നെ ആ പിണങ്ങിയവനോട് മിണ്ടിയിട്ടില്ല എങ്കിൽ അല്ലാഹു തആല ഞങ്ങളെ ഒരു അമലും റബ്ബ് സ്വീകരിച്ചിട്ടില്ല. പറയാൻ കുറെ അമലുകളൊന്നുമില്ലല്ലോ, എന്നാൽ ഉള്ളത് തന്നെ റബ്ബ് സ്വീകരിക്കാണ്ടിരുന്നാൽ അത് വലിയ ബേജാറല്ലേ, വലിയ സങ്കടമല്ലേ? അതുകൊണ്ട് പിണങ്ങിയവൻ നന്നാകാൻ നോക്കിക്കോ, പരിശുദ്ധ റമളാനിന് വേണ്ടി ഒരുങ്ങിക്കോ. എന്നിട്ടോ ആഖിറത്തേക്ക് ധാരാളം സമ്പാദ്യം സമ്പാദിച്ചോ.